ഫുട്ബോൾ ലോകം ശ്വാസമടക്കി പിടിച്ച് കണ്ടുനിന്ന പോരാട്ടത്തിനൊടുക്കം 3-2 എന്ന സ്കോറിന് ആഫ്രിക്കൻ വമ്പന്മാരായ ഈജിപ്തിനെ തകർത്തെറിഞ്ഞുകൊണ്ട് അർജന്റീന വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. അർജന്റീനയുടെ തിരിച്ചുവരവിന് മുന്നിൽ നിന്നത് സാക്ഷാൽ ലിയോ മെസ്സി ആയിരുന്നു. പെനാൽറ്റി പാഴാക്കിയ ലിയണൽ മെസ്സി അതിന് പ്രായശ്ചിത്തമായി അസിസ്റ്റും ഗോളും കൊണ്ട് മത്സരത്തിലേക്ക് അർജന്റീനയെ തിരികെ കൊണ്ടുവന്നു. മത്സരത്തിൻ്റെ 70 മിനിറ്റ് വരെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിക്കാത്ത ലിയണൽ മെസ്സി അവസാന 20 മിനിറ്റിൽ മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. മത്സരത്തിൻ്റെ 79-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യാനോ റൊമേറോ നേടിയ ഹെഡർ ഗോളിന് വഴിയൊരുക്കിയത് മെസ്സിയായിരുന്നു. 83-ാം മിനിറ്റിലാണ് ലോകത്തെ തന്നെ വിറപ്പിച്ചുകൊണ്ട് അർജന്റീന ഒപ്പം പിടിക്കുന്നത്. ഈ ഗോളിന് മെസ്സി തന്നെ ബിൽഡപ്പ് ചെയ്തെടുത്ത പന്ത് ഗോൺസലോ മോണ്ടിയലിൻ്റെ അസിസ്റ്റിലൂടെ വല കുലുക്കുകയായിരുന്നു. എന്നാൽ ഈ അസിസ്റ്റിനെ കുറിച്ച് ഗോൺസലോ മോണ്ടിയൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ബോക്സിനകത്ത് നിന്ന് എൻ്റെ കാലിൽ പന്ത് കിട്ടിയ ഉടനെ തന്നെ എനിക്കറിയുന്നു എൻ്റെ മുന്നിൽ തൻ്റെ സഹതാരം നിൽപ്പുണ്ടെന്ന്. പക്ഷേ അതാരാണെന്ന് എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് എൻ്റെ പ്രാർത്ഥന ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ലിയോ മെസ്സി ആയിരിക്കണേ എന്ന്. ആ വിശ്വാസത്തിൽ ഞാൻ അദ്ദേഹത്തെ പോലും നോക്കാതെ പാസ് നൽകി. അതിനുശേഷം തലയുയർത്തി നോക്കിയപ്പോൾ തൻ്റെ ആഗ്രഹം സഫലമായതുപോലെ അവിടെ സാക്ഷാൽ ലിയോ മെസ്സി തന്നെയായിരുന്നു. മെസ്സി ആ സമയത്തിനോടകം ഒരു മികച്ച ഷോട്ട് ഉതിർത്തിരുന്നു. ഏറ്റവും രസകരമായ കാര്യം, ആ പാസ് സ്വീകരിച്ച് മെസ്സി നേടിയ ഗോൾ വലയിൽ പതിക്കുമ്പോൾ എനിക്കുറപ്പായിരുന്നു ഞാൻ തട്ടി നൽകിയ പന്ത് മെസ്സിക്കാണ് ലഭിച്ചതെങ്കിൽ അത് ഗോളാകുമെന്ന്. എൻ്റെ കാലിൽ പന്ത് കിട്ടിയപ്പോൾ ഞാൻ ശ്രദ്ധ മുഴുവൻ പന്തിലായിരുന്നു. ഒരു സഹതാരം ഓടി വരുന്നുണ്ടെന്ന് എനിക്ക് കാണാമായിരുന്നു. എൻ്റെ പ്രാർത്ഥന ഒന്നു മാത്രമായിരുന്നു, ആ ഓടി വരുന്ന താരം മെസ്സി ആയിരിക്കണമേ എന്ന്. മോണ്ടിയലിൻ്റെ ആ പ്രാർത്ഥന കേൾക്കുകയും അർജന്റീന മത്സരത്തിലേക്ക് തിരികെ വരികയും ചെയ്തു. ഏതായാലും ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ച തിരിച്ചുവരവുകളിലൊന്നിനായിരുന്നു നമ്മൾ ഇന്നലെ രാത്രി സാക്ഷിയായത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ.